Hi dears, welcome to A Dream BCom second year degree classes. Today we are discussing second year paper BCOS 185 Entrepreneurship. സെക്കൻഡ് ഇയറിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് BCOS 185 Entrepreneurship. ഇതിൽ മൊത്തം 4 ബ്ലോക്കുകളിലായിട്ടാണ് 15ഓളം ചാപ്റ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പേപ്പറാണ്, പഠിക്കാനും എളുപ്പമാണ്, അതേപോലെ തന്നെ മാർക്ക് കിട്ടാനും അത്ര അധികം പ്രയാസമില്ല. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ സാധാരണ പ്രോബ്ലം പേപ്പറിൽ മാർക്ക് കിട്ടുന്ന പോലെ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു പേപ്പറാണ്. തുടക്കം മുതലേ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ, അപ് ടു ഡേറ്റ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ കൃത്യമായി പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലവണ്ണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഒരുപാട് പരത്തി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായ പോയിന്റുകൾ ഉണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് എൻ്റർപ്രണർഷിപ്പ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് 4 ബ്ലോക്കുകളാണ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ബ്ലോക്കാണ് എൻ്റർപ്രണർഷിപ്പ് എ പെർസ്പെക്റ്റീവ്. അതിൽ ഫസ്റ്റ് യൂണിറ്റാണ് ആൻ ഇൻട്രൊഡക്ഷൻ ടു എൻ്റർപ്രണർഷിപ്പ്. എന്താണ് എൻ്റർപ്രണർഷിപ്പ്, അതിനെക്കുറിച്ചിട്ടുള്ള ഫസ്റ്റ് നമ്മൾക്ക് അറിയാനുള്ള ബേസിക്സ് ഒക്കെ പറഞ്ഞു തരുന്ന ഇൻട്രൊഡക്ഷൻ. അതാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാൻ ബോർഡിൽ കുറച്ച് ആൾക്കാരുടെ പേര് എഴുതിയിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. ബിൽ ഗേറ്റ്സ്, വാൾട്ട് ഡിസ്നി, ധിരുഭായ് അംബാനി, ടാറ്റ, ഫിറോസ് ഷാ ഗോദ്രേജ്, സ്റ്റീവ് ജോബ്സ് എക്സെട്ര. ആ ലിസ്റ്റ് ഒരിക്കലും കഴിയില്ല. ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തെളിയുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയ ഒരു കൂട്ടം ബിസിനസ്സുകാരുടെ മുഖങ്ങളാണ്. ഇവരുടെ ബിസിനസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ചെയ്യാം, അതിലൂടെ പ്രോഫിറ്റ്സ് ഏൺ ചെയ്തെടുക്കാം. അങ്ങനെയുള്ളൊരു ഇക്കണോമിക് ആക്ടിവിറ്റി അത്രമാത്രമാണ് ബിസിനസ് എന്നുള്ള ടേം കേൾക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ ഇവരുടെ പേര് കേൾക്കുമ്പോൾ ഇവരുടെ ബിസിനസ്സുകൾക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് they are creators of new idea or they are successful businessman in a new pathway. എക്സിസ്റ്റിംഗ് ആയ ബിസിനസ് ഐഡിയാസിൽ നിന്ന് മാറി, അല്ലെങ്കിൽ കൺവെൻഷണൽ ആയ നമ്മളുടെ ബിസിനസ് ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ പുതിയ ആശയങ്ങൾ, അതുമല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് തന്നെ പുതിയ ഒരു മോഡലിൽ പുതിയൊരു പാത്വേയിലൂടെ നടത്തി സക്സസ്ഫുള്ളായ ഒരു കൂട്ടം ബിസിനസ്സുകാരുടെ പേരാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇങ്ങനെയുള്ള ബിസിനസ്സുകാരെയാണ് നമ്മൾ എൻട്രപ്രണേഴ്സ് എന്നുള്ള ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എൻട്രപ്രണേഴ്സ് ആർ ബിസിനസ്മാൻ, ബട്ട് ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം നോർമൽ ബിസിനസ്മാൻ. ദേ ആർ തിങ്കേഴ്സ് ഓർ ക്രിയേറ്റേഴ്സ് ഓഫ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പുതിയ മാർഗങ്ങളിലൂടെ നിലവിലുള്ള ബിസിനസ് ഐഡിയാസിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്ത് ആ മേഖലയിൽ വിജയം തെളിയിച്ച അല്ലെങ്കിൽ അത്രയും സക്സസ്ഫുള്ളായി ലാഭമുണ്ടാക്കിയ ബിസിനസ്സുകാരാണ് ഇവർ. അപ്പോൾ എൻട്രപ്രണർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓർമ്മിക്കേണ്ടത് നമ്മൾ അവരെ ഒരു ബിസിനസ്സുകാരാണ്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? സാധാരണ ബിസിനസ്സുകാരെ പോലെയല്ല, പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നവരാണ്, അല്ലെങ്കിൽ നിലവിലുള്ള ആശയങ്ങളെ പുതിയ രീതികളിൽ അവതരിപ്പിക്കുന്നവരാണ്. ദേ ആർ the businessman or the persons who paved way for success in a new way in pursuit of opportunities beyond resources control. അതായത് ഈ എൻട്രപ്രണേഴ്സ് എന്ന് പറയുന്ന ആ ആളുകൾ അവർ അവസരങ്ങൾ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നവരാണ്. അവനവൻ്റെ കയ്യിലുള്ള റിസോഴ്സുകളെ പറ്റിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഹിൻഡ്രൻസുകളെ പറ്റിയോ ഒന്നും ബോധേഡാവാതെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കാം, പുതിയ പുതിയ അവസരങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ പുതിയൊരു അവസരം ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം പോരാ, വി ഹാവ് ടു എക്സ്പ്ലോർ ഇറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? അത് ഉപയോഗിക്കണം, അതിൻ്റെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവണം. അപ്പോൾ ഇന്നോവേറ്റീവ് ഐഡിയാസും ഇന്നോവേറ്റീവ് മെത്തേഡ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ നിലവിലുള്ള ആശയങ്ങളെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുക. അങ്ങനെയുള്ള ബിസിനസ്സുകാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻട്രപ്രണേഴ്സ്
എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് കൺസെപ്റ്റ് ആൻഡ് ഡെഫിനേഷൻ. എൻട്രപ്രണർ എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും. The word entrepreneur is derived from a French word entreprendre, which means to undertake. To undertake, ഏറ്റെടുക്കുക എന്ന അർത്ഥം വരുന്ന ഫ്രഞ്ച് വേർഡായിട്ടുള്ള entreprendre എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് entrepreneurship എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതിന് ഓരോ കാലങ്ങളിൽ ഓരോ ആളുകളും ഒരുപാട് ഡെഫിനിഷൻസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എൻട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയൊരു സബ്ജക്റ്റാണ് അല്ലെങ്കിൽ പുതിയൊരു ആശയമാണ് എന്നൊക്കെ വിചാരിക്കും. പലപ്പോഴും പുതിയതായി ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് എൻട്രപ്രണർഷിപ്പിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസൊക്കെ. അപ്പോൾ ഈ എൻട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയോ മുൻപ് തന്നെ, ഇപ്പോൾ ഇനി വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഋഗ്വേദത്തിൻ്റെ കാലം മുതൽക്ക് തന്നെ പ്രചാരത്തിലുള്ള ഒരു ആശയമാണ് എൻട്രപ്രണർഷിപ്പ്. പക്ഷേ അന്ന് ഇതിന് എൻട്രപ്രണർഷിപ്പ് എന്നുള്ള പേരൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ പണ്ട് മുതൽക്കേ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പരിചിതമാണ്. അപ്പോൾ ഓരോ ഓതേഴ്സും ഓരോ തരത്തിലുള്ള ഡെഫിനിഷൻസ് ആണ് എൻട്രപ്രണർഷിപ്പിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ലേറ്റ് 17th സെഞ്ച്വറിയിൽ റിച്ചാർഡ് കാൻഡിലൻ എന്ന് പറയുന്ന ഒരു ഐറിഷ് ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഏറ്റവും ആദ്യമായി എൻട്രപ്രണർ എന്നുള്ള വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എൻട്രപ്രണർ എന്ന് പറയുന്ന വാക്കിൻ്റെ ഒറിജിനേറ്റർ എന്ന് പറയുന്നത് ആരാണ്? റിച്ചാർഡ് കാൻഡിലൻ ആണ്. അദ്ദേഹം ഒരു ഐറിഷ് ഫ്രഞ്ച് ഇക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു എൻട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an entrepreneur to be a risk taker who purposefully allocate resources and take an active role in pursuing opportunities to maximize the profit. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമായി ഈ വാക്ക് ഉപയോഗിച്ചത്, അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഉപയോഗിച്ചത് റിച്ചാർഡ് കാൻഡിലൻ ആണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് എൻട്രപ്രണർ? എൻട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്ക് ടേക്കർ ആണ്. ഓരോ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് റിസ്കുകൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ഒരു റിസ്ക് ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് എൻട്രപ്രണർ. ആ എൻട്രപ്രണർ എന്തെല്ലാം ചെയ്യുന്നു? ഹു പർപ്പസ്ഫുള്ളി അലോക്കേറ്റ് റിസോഴ്സസ്. അദ്ദേഹം ബോധപൂർവം അറിഞ്ഞുകൊണ്ടാണ്, ഇതിൽ റിസ്ക് ഉണ്ടായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവനവൻ്റെ കയ്യിലുള്ള റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആൻ ആക്റ്റീവ് റോൾ ഇൻ പെർസ്യൂയിങ് ഓപ്പർച്യൂണിറ്റീസ്. പുതിയ പുതിയ അവസരങ്ങളെ തേടി പിടിക്കുന്നതിൽ അല്ലെങ്കിൽ ആ അവസരങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. അപ്പോൾ നമ്മുടെ റിച്ചാർഡ് കാൻഡിലൻ്റെ അഭിപ്രായത്തിൽ എൻട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹൈലൈറ്റ്, പ്രധാന ജോലി എന്ന് പറയുന്നത് റിസ്ക് ടേക്കിംഗ് ആണ്. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുക, എന്നിട്ട് അതിനു വേണ്ടി കയ്യിലുള്ള റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുക, എന്നിട്ട് അതിലൂടെ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് എൻട്രപ്രണർ. ഇതാണ് ലേറ്റ് 17th സെഞ്ച്വറിയിൽ നമ്മൾക്ക് എൻട്രപ്രണർ എന്നുള്ള വേർഡിന് കിട്ടിയ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ. ദെൻ ഓരോ കാലങ്ങളും കഴിയുമ്പോൾ ഇപ്പോൾ 18th സെഞ്ച്വറിയിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ വന്നു. അപ്പോൾ ഓരോ സാഹചര്യങ്ങൾ മാറി മാറി വരുന്നതിനനുസരിച്ച് ഈ ടേംസിൻ്റെയും ഈ ബിസിനസ് ആപ്ലിക്കേഷൻ്റെയും ഫോംസിലും എല്ലാം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ 18th സെഞ്ച്വറിയിൽ JB സേ എന്ന് പറയുന്ന വേറൊരു ഫ്രഞ്ചുകാരൻ ഈ ഡെഫിനിഷനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. നമ്മളുടെ റിച്ചാർഡ് കാൻഡിലൻ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനെ ഒന്നുകൂടി കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒന്ന് എക്സ്പാൻഡഡ് ഫോമിലേക്കാക്കി. ആര്? JB സേ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദ ഫങ്ഷൻസ് ഓഫ് എൻ എൻട്രപ്രണർ ഇൻക്ലൂഡ് ബിസൈഡ്സ് റിസ്ക് ടേക്കിംഗ് എന്തെല്ലാം വരുന്നുണ്ട്? കോർഡിനേഷൻ, ഓർഗനൈസിങ്, സൂപ്പർവിഷൻ, എക്സെട്ര. അപ്പോൾ ഇൻ ദ വേർഡ്സ് ഓഫ് JB സേ, ആൻ എൻട്രപ്രണർ ഈസ് ആൻ ഓർഗനൈസർ. എൻട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കൂടിയാണ്? വെറുതെ റിസ്ക് ടേക്കിംഗ് എടുക്കുന്ന ആൾ മാത്രമല്ല, ഒരു ഓർഗനൈസർ കൂടിയാണ്. ആ ബിസിനസ്സിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കുന്ന,
സൂപ്പർവിഷൻ നടത്തണം, കോർഡിനേഷൻ നടത്തണം, അതിനാവശ്യമായ ഓർഗനൈസിങ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വ്യക്തിയാണ് എൻട്രപ്രണർ. അതല്ലാതെ വെറും റിസ്ക് ടേക്കിംഗ് മാത്രമല്ല എൻട്രപ്രണറുടെ ജോലി എന്നാണ് ആര് പറയുന്നത്? JBC പറയുന്നത്. അതിനുശേഷം 1930s ജോസഫ് ഷുംപീറ്റർ വീണ്ടും ഈ എൻട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിനെ ഒരു ഇക്കണോമിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദ എൻട്രപ്രണേഴ്സ് were at the forefront of bringing about a change through creative destruction and further highlighted the essential role innovation plays in entrepreneurship. അപ്പോൾ നമ്മളുടെ ജോസഫ് ഷുംപീറ്റർ എന്താ പറഞ്ഞത്? ഒരു എൻട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്ന ആളോ അതല്ലെങ്കിൽ റിസ്ക് ഏറ്റെടുക്കുന്ന ആളോ മാത്രമല്ല, അദ്ദേഹം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളാണ്. ചേഞ്ച് ത്രൂ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, അതായത് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ പഴയ പല ആശയങ്ങളും ഇല്ലാതായി തീരുന്നുണ്ട്. പുതിയൊരു ടെക്നോളജി വരുമ്പോൾ പഴയ ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആവുന്നില്ലേ? അതേപോലെയുള്ള ഒരു ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് എൻട്രപ്രണർഷിപ്പ് എന്നാണ് നമ്മുടെ ഷുംപീറ്റർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം അദ്ദേഹം പുതിയൊരു ആശയം അല്ലെങ്കിൽ പുതിയൊരു എൻട്രപ്രണറുടെ പുതിയൊരു ജോലിയെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നൊവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള പുതിയ പുതിയ ആശയങ്ങൾ നവീനവൽക്കരിക്കുക എന്നൊക്കെ നമ്മൾ പറയും. പുതിയ ആശയം, നിലവിൽ പ്രചാരം നേടിയിട്ടുള്ള ബിസിനസ് ഐഡിയാസ് അല്ല, പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക. അതല്ലെങ്കിൽ പഴയ ആശയത്തിനെ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുക. പഴയ മോഡൽ ബിസിനസ് തന്നെ ആയിരിക്കാം. ഇപ്പോൾ ഒരു ഹോട്ടൽ തന്നെ പല രീതിയിൽ നടത്താം. വെറുതെ മേശയും 4 കസേരയും ഇട്ടിട്ട് നമുക്കൊരു ഹോട്ടലായിട്ട് നടത്താം. അതിന് കുറച്ച് നല്ല ആംബിയൻസ് ഒക്കെ കൊടുത്ത് പ്രകൃതി ഭംഗിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നാച്ചുറൽ സൈറ്റും ഗ്രൗണ്ടും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇന്നോവേറ്റീവ് ഐഡിയാസിൽ ഏറ്റവും പുതിയ മാനറിലുള്ള പ്ലാനറ്റ് കഫേ അങ്ങനെയുള്ള ഓരോരോ കൺസെപ്റ്റുകളൊക്കെ കൊണ്ടുവരാം. അപ്പോൾ പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയോ അല്ലെങ്കിൽ പഴയ ആശയങ്ങളെ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുകയോ ചെയ്യുന്ന ഇന്നോവേറ്റേഴ്സ് ആണ് എൻട്രപ്രണേഴ്സ് എന്നാണ് അഭിപ്രായപ്പെട്ടത്? ഷുംപീറ്റർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഡെഫിനേഷൻ ഹോവാർഡ് എച്ച് സ്റ്റീവൻസൺ നൽകിയിട്ടുള്ളതാണ്. ഇൻ ഹിസ് ഒപ്പീനിയൻ എൻട്രപ്രണർഷിപ്പ് എ പെർസ്യൂട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ബിയോണ്ട് റിസോഴ്സസ് കൺട്രോൾ. നമ്മളുടെ ഹോവാർഡ് എച്ച് സ്റ്റീവൻസന്റെ അഭിപ്രായത്തിൽ എൻട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസ്യൂട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. പെർസ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വേട്ടയാടി പിടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളുടെ എൻവയോൺമെൻറ്റിനെ അത്രയും വാച്ച് ചെയ്തുകൊണ്ട് പുതിയതായി ഉണ്ടാകുന്ന അവസരങ്ങളെ തേടി പിടിക്കുക. അന്വേഷിച്ച് നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിളായി ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ ആശയങ്ങളെ വേട്ടയാടി പിടിക്കുക എന്നൊക്കെ പറഞ്ഞില്ല, അത്രയും തെരഞ്ഞു കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? ബിയോണ്ട് റിസോഴ്സസ് കൺട്രോൾഡ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. റിസോഴ്സസിനെ കുറിച്ചോ അതിൽ വരുന്ന റിസ്കുകളെ കുറിച്ചോ അതെല്ലാം നമ്മൾക്ക് അറിയാം. റിസ്ക് ഉണ്ടായിരിക്കും, റിസോഴ്സസ് ഉപയോഗിക്കേണ്ടി വരും, എല്ലാം അറിയാം. അങ്ങനെയാണെങ്കിലും നമ്മൾക്ക് ചുറ്റുപാടുമുള്ള പുതിയ പുതിയ ആശയങ്ങളെ തേടി കണ്ടുപിടിച്ച് പുതിയ ബിസിനസ് സംരംഭങ്ങൾ രൂപീകരിക്കുന്ന ആശയമാണ് എൻട്രപ്രണർഷിപ്പ്. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആരുടെ അഭിപ്രായം? ഹോവാർഡ് എച്ച് സ്റ്റീവൻസന്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയും ഡെഫിനിഷൻസ്, അപ്പോൾ നമ്മൾ കുറേ ഡെഫിനിഷൻസ് പറഞ്ഞു കഴിഞ്ഞു. ഈ ഡെഫിനിഷൻസ് എല്ലാം കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് എൻട്രപ്രണർഷിപ്പ് എന്നുള്ള ഒരു ആശയം മനസ്സിലാവും. ആസ് പെർ ദീസ് ഡെഫിനിഷൻസ് വി ക്യാൻ ഡിഫൈൻ ദ ഫീച്ചേഴ്സ് ഓഫ് എൻട്രപ്രണർഷിപ്പ്. ഇത്രയും ഡെഫിനിഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഈ എൻട്രപ്രണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ക്രിയേഷൻ ഓഫ് ന്യൂ ഓർഗനൈസേഷൻ. എൻട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പുതിയ സംരംഭത്തിൻ്റെ രൂപീകരണമാണ്. ദെൻ രണ്ടാമതായി പറയുന്നത് ഡീലിംഗ് വിത്ത് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റീസ്. ഒരു ഡെഫിനിഷനിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു റിസ്ക് ടേക്കിംഗ് ആണ് പ്രധാന ജോലി. അപ്പോൾ എൻട്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? റിസ്ക്, അൺസർട്ടനിറ്റി, അനിശ്ചിതത്വങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ഒരുപാട് വെല്ലുവിളികളും ത്രട്ടുകളും ഒക്കെ നേരിടേണ്ടി വരും. ദെൻ മൂന്നാമതായി പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് വാല്യൂ.
ദെൻ നാലാമതായിട്ട് പറയുന്നത് ജനറേറ്റ്സ് ന്യൂ ഐഡിയാസ്, പ്രോസസ് ആൻഡ് സിസ്റ്റം. അപ്പോൾ നമ്മൾ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് എല്ലാ ബിസിനസ്സുകാരുടെയും ലക്ഷ്യം. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ പ്രക്രിയകളും ഒക്കെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പുതിയ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ് മാനുഫാക്ചറിങ്, ട്രേഡിംഗ്, മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതിൽ എന്തെല്ലാം വരുന്നുണ്ട്? മാനുഫാക്ചറിങ് ഉൽപാദനം വരുന്നുണ്ട്, ട്രേഡിംഗ് വ്യാപാരം വരുന്നുണ്ട്, മാർക്കറ്റിംഗ് വ്യാപാരവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ വിതരണ പ്രക്രിയകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തിൻ്റെയൊക്കെയാണ് സെയിൽസ് ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാനുഫാക്ചറിങ്, ട്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. എന്തിൻ്റെ? ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഉൽപാദനവും വിതരണവും വ്യാപാരവും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് എൻട്രപ്രണർഷിപ്പ്. ദെൻ നെക്സ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ഒരു ഡെഫിനേഷനിൽ നമ്മൾ പറഞ്ഞില്ലേ, റിസ്ക് ടേക്കിംഗ് മാത്രമല്ല, ഓർഗനൈസിങ്ങും കോർഡിനേറ്റിങ്ങും എല്ലാം എൻട്രപ്രണറുടെ ജോലിയാണ്. അപ്പോൾ ഇത് ഒരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ്. ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ അല്ലെങ്കിൽ പഴയ സംരംഭത്തിന് പുതിയ ഒരു ആശയം നൽകുന്നതിലൂടെയെല്ലാം ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പം നമ്മളുടെ എൻട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇത്രയുമാണ് എൻട്രപ്രണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ഡെഫിനിഷൻസ്. നെക്സ്റ്റ് ടോപ്പിക് ഇവല്യൂഷൻ ഓഫ് എൻട്രപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ എൻട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആശയത്തിൻ്റെ പരിണാമം എപ്പോഴാണ് തുടങ്ങിയത്, പിന്നീട് അതിന് എങ്ങനെയുള്ള വളർച്ചകളാണ് ഉണ്ടായത്, എന്നിട്ട് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന സ്റ്റേജിൽ എങ്ങനെയാണ് അത് എത്തിച്ചേർന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എത്രയോ എൻട്രപ്രണേഴ്സാണ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട് സ്റ്റാർട്ടപ്പുകൾക്കും എൻട്രപ്രണർഷിപ്പിനും ഒക്കെ. ഏകദേശം 5 വർഷത്തോളം നികുതിയൊക്കെയാണ് പല സ്റ്റാർട്ടപ്പുകൾക്കും നമ്മുടെ ഗവൺമെൻറ് ഒഴിവാക്കി കൊടുക്കാറുള്ളത്. എന്തിനു വേണ്ടിയാണ്? പുതിയ പുതിയ എൻട്രപ്രണേഴ്സിനെ നമ്മളുടെ ബിസിനസ് ഫീൽഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഒറിജിനേറ്റഡ് ഇൻ ദ ടൈം ഓർ അറ്റ് ദ ടൈം ഓഫ് ഋഗ്വേദ. വേദിക് പീരിയഡ് ഉണ്ടല്ലോ, നമ്മളുടെ വേദ കാലഘട്ടം. 4 തരം വേദങ്ങൾ നമ്മുടെ സമൂഹത്തിനെ ഭരിച്ചിരുന്ന കാലഘട്ടമാണ് വേദിക് പീരിയഡ്. കാരണം അന്ന് നമ്മൾക്ക് ഭരണഘടനയോ അല്ലെങ്കിൽ അങ്ങനെ എഴുതപ്പെട്ട നിയമങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഹൈന്ദവ സംസ്കാരം ഏറ്റവും പഴയ കാലഘട്ടത്തിൽ ഒറിജിനേറ്റ് ചെയ്ത സമയത്ത് നമ്മൾക്കറിയാം ഹിന്ദുക്കൾ, ബുദ്ധന്മാർ, ജൈനമാർ, സിഖുകാർ, അങ്ങനെയുള്ള മെയിൻ 4 ഗ്രൂപ്പുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇന്ന് നമ്മൾ കാണുന്ന പല മതങ്ങളും ഇന്ത്യയിലേക്ക് കുടിയേറി പാർക്കാനും അതുപോലെ തന്നെ വ്യാപാരത്തിനായി വന്ന് ഇവിടെ സെറ്റിലായവരുണ്ട്. പല രീതിയിൽ ഇൻവേഡ് ചെയ്ത ആളുകളുണ്ട്. ഏത് അതിഥികളെയും നമ്മൾ അതിഥി ദേവോ ഭവ എന്നാണ് ഭാരതീയരുടെ സങ്കല്പം. അപ്പോൾ ഏത് രാജ്യത്ത് നിന്നുള്ള ആളുകൾ വന്നാലും നമ്മൾ നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കും. നമ്മുടെ രാജ്യത്ത് നമ്മുടെ നിയമങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അവർക്ക് സുഖമായി സ്വതന്ത്രമായി ജീവിക്കുകയും ചെയ്യാം. അപ്പോൾ വേദിക് കാലഘട്ടത്തിൽ തന്നെ ഈ എൻട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ആശയമുണ്ട്. പക്ഷെ ആ വാക്കില്ല. എൻട്രപ്രണർ എന്നുള്ള വാക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലൊക്കെയാണ് ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്. അന്ന് ഈ വേദ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ മെറ്റൽ വർക്കുകൾ ചെയ്തിരുന്ന ആളുകൾ, ക്രിയേറ്റേഴ്സ് ഉണ്ടായിരിക്കും. പലതരത്തിലുള്ള ശില്പങ്ങൾ, കൊത്തുപണികൾ ഒക്കെ, ലോഹങ്ങളിലും അതുപോലെ മറ്റുള്ള വസ്തുക്കളിലുമൊക്കെ കൊത്തുപണികളും കരകൗശല വിദഗ്ധര്, കരകൗശല വിദ്യകളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ അന്ന് ലഭിച്ചിരുന്നു. രാജഭരണ കാലഘട്ടത്തിലൊക്കെ പ്രശസ്തരായ അല്ലെങ്കിൽ പ്രഗത്ഭരായ എല്ലാ ആളുകളെയും, പ്രതിഭകളെ ആദരിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും നന്നായി ഡാൻസ് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്കുള്ള ആ കലാകാരന്മാർക്ക് സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ചിരുന്നു. കൊത്തുപണി, ശില്പവിദ്യ, ഇതിനെയെല്ലാം അന്നത്തെ കാലത്തെ ഭരണാധികാരികൾ പുരസ്കാരങ്ങൾ നൽകി ബഹുമാനിച്ചിരുന്നു. അവരെ രാജസദസ്സിലേക്ക് വിളിക്കും, എന്നിട്ട് അവർക്ക് സമ്മാനങ്ങൾ നൽകും. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ എൻട്രപ്രണർ എന്നുള്ള ടേം അന്നില്ല, പക്ഷേ അങ്ങനെയുള്ള നവീന ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന, കൊണ്ടുവന്നിരുന്ന വ്യക്തികൾ ഇന്ത്യയിലുണ്ടായിരുന്നു.
അതേപോലെ തന്നെ പ്രോഫിറ്റ് സീക്കിംഗ് ട്രേഡേഴ്സ് ട്രാവേഴ്സ്ഡ് ദ സിൽക്ക് റൂട്ട്. പണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ, നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഇന്നത്തെ പോലെ റോഡോ റെയിൽവേ ഫെസിലിറ്റികളോ ഒന്നും അന്ന് ഇല്ല. പട്ട് വ്യാപാരം നടത്തുന്നതിന് വേണ്ടി ചൈനയിൽ നിന്നൊക്കെ ആളുകൾ ഭാരതത്തിലേക്ക് വന്നിരുന്നു. അങ്ങനെയുള്ള വ്യാപാരികളുടെ പാതകൾ, കറണ്ടോ അങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ് കേട്ടോ മൃഗങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഗുഡ്സൊക്കെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അന്ന് തന്നെ ലാഭമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യാപാരികൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും വിവിധ പാതകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പുതിയ പുതിയ മാർക്കറ്റ് പ്ലേസുകൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരുന്നു. പിന്നീട് ഓരോ കാലഘട്ടം മാറി മാറി വരുമ്പോൾ 18ാം നൂറ്റാണ്ടൊക്കെ ആയ സമയത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു. ഇംഗ്ലണ്ട് ബിക്കെയിം ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്തിൽ ഏറ്റവും പണക്കാരായ രാജ്യമായിട്ട് ആര് മാറി? ഇംഗ്ലണ്ടുകാർ മാറി. അപ്പം നമ്മുടെ ഭാരതത്തിലും പല വിദേശ രാജ്യങ്ങളും കച്ചവടത്തിനായി വരും, എന്നിട്ട് നമ്മുടെ ഭരണം പിടിച്ചെടുക്കും. അങ്ങനെ ഒരു കൊളോണിയൽ ഗവൺമെൻറ്, കോളനി ഭരണം ഇന്ത്യയിൽ നിലനിന്നിരുന്ന കാലത്ത് ഈ ആർട്ടിസാൻസിൻ്റെയൊക്കെ കരകൗശല വിദഗ്ധരുടെയും തനത് കലാരൂപങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ആളുകളുടെയും എല്ലാം ആ പ്രശസ്തിയിൽ നിന്നിരുന്ന ആ പ്രതിച്ഛായക്ക് മങ്ങലേറ്റു. അല്ലെങ്കിൽ അവരുടെ ആ ഒരു സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ഒന്ന് ഡിമ്മായി, കുറച്ച് കുറഞ്ഞു. കാരണം ബ്രിട്ടീഷുകാർ എല്ലായ്പ്പോഴും അവരുടെ കൾച്ചർ മറ്റു പ്രദേശങ്ങളിൽ പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചിരുന്നത്. നമ്മളുടെ നാട്ടിലിപ്പോൾ ഒരു ആനക്കൊമ്പിൽ ഒരു പ്രതിമ കൊത്തി ഉണ്ടാക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടും അതുപോലെ തന്നെ അത് വില കൂടിയതുമൊക്കെ ആവും. അതേസമയം വിവിധ തരം മെഷീനുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് മോഡൽ കരകൗശല വസ്തുക്കളൊക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ എന്തെങ്കിലും പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് വളരെയധികം കയറ്റുമതി ചുങ്കം, നികുതിയൊക്കെ കൊടുക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ ഒരു 18ാം നൂറ്റാണ്ടിൽ ഈ എൻ്റർപ്രണേഴ്സിന് ഒരു വിപരീത കാലഘട്ടമായിരുന്നു, പ്രീ ഇൻഡിപെൻഡൻസ് എറ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യൻ ഗവൺമെൻറ് നമ്മുടെ നാട്ടിലുള്ള വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള സഹായ മാർഗങ്ങൾ കൊണ്ടുവന്നു. പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് പലതരം ആനുകൂല്യങ്ങൾ ഓഫർ ചെയ്യാൻ തുടങ്ങി. ഇന്ന് നമ്മൾ കാണുന്ന എത്രയോ എൻ്റർപ്രണേഴ്സ് ആണ് ഇന്ന് ഭാരതത്തിലുള്ളത്. അതാണ് ഇവല്യൂഷൻ ഓഫ് എൻ്റർപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ. ഡിറ്റർമിനൻസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്. ഒരു വ്യക്തി ഒരു എൻ്റർപ്രണർ എന്നുള്ള രീതിയിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങളാണ് അദ്ദേഹത്തിന് അനുകൂലമായി വരേണ്ടത്? അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു എൻ്റർപ്രണർ എന്നുള്ള രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഈ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് 2 ബ്രോഡ് കാറ്റഗറീസ് ആയി ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2 ടൈപ്പ് ഓഫ് ഡിറ്റർമിനൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഓർ ഇൻഡിവിജ്വൽ ട്രെയ്റ്റ്സ്, വ്യക്തിപരമായിട്ടുള്ള ചില സവിശേഷതകൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ഘടകങ്ങൾ. 2, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഓർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, നമ്മുടെ പരിസ്ഥിതിയിലുള്ള, അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്, അത് നമ്മുടെ ആ വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത പല ഘടകങ്ങളും ഉണ്ടാവും, ബാഹ്യമായ ഘടകങ്ങൾ. അതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എബിലിറ്റി ആൻഡ് ടു ഇനീഷ്യേറ്റ്, പുതിയൊരു കാര്യം തുടങ്ങി വെക്കാനുള്ള കഴിവ്. ദെൻ മൊബിലിറ്റി ആൻഡ് യൂട്ടിലൈസിങ് റിസോഴ്സസ്, അവൈലബിളായ റിസോഴ്സുകളെ സംഘടിപ്പിക്കാനും അത് ഉപയോഗിക്കാനുമുള്ള കഴിവ്. എബിലിറ്റി ടു സെൻസ് ദ എൻവയോൺമെൻറ്റ്, നമ്മുടെ അന്തരീക്ഷത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനും പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെയുള്ള കഴിവ്. ദെൻ പെർസെവറൻസ്, റിസൈലൻസ് എക്സെട്ര. അതായത് പെർസെവറൻസ് പറഞ്ഞാൽ നമുക്കറിയാം കഠിനാധ്വാനം. പെട്ടെന്ന് ഒരു തോൽവിയോ ഒരു ചെറിയ പരാജയമോ ഒന്നും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പിന്മാറാൻ പാടില്ല. പിന്നെ കൃത്യമായി ഓരോരോ അവസ്ഥകളിലും പൂർവ്വസ്ഥിതിയിലേക്ക് മാറാനുള്ള ഒരു മനോഭാവം, റിസൈലിയൻസ് എന്ന് പറയുന്നത്. ദെൻ ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ്, പുതിയ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്, നവീന ആശയങ്ങൾ കൊണ്ടുവരാനുള്ള കഴിവ്,
അത് നടപ്പിലാക്കാനുള്ളത്. ദെൻ പ്രോബ്ലം സോൾവിങ് ബിഹേവിയർ, ബിസിനസ്സോ നമ്മൾ അതുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ആക്ടിവിറ്റീസോ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പരിഹാരങ്ങൾ കണ്ടുപിടിക്കാനുള്ള കഴിവ്. ദെൻ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ, നമ്മൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റിയുമായി റിലേറ്റ് ചെയ്തു വരുന്ന എല്ലാ അപകട സാധ്യതകളെയും അനിശ്ചിതത്വങ്ങളെയും ഏറ്റെടുക്കാനുള്ള കഴിവ്. ദെൻ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, പവർ ആൻഡ് അഫിലിയേഷൻ, നമ്മൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ആവശ്യം, അധികാരം ലഭിക്കണം എന്നുള്ള ആവശ്യം, അഫിലിയേഷൻ മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ ലഭിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം, ഒരു തേഴ്സ്റ്റ് വേണം നമ്മുടെ ഉള്ളിൽ. അതിനു വേണ്ടിയുള്ളൊരു അഭിനിവേശം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അതിയായ താല്പര്യം വേണം. ദെൻ ഇന്നവേറ്റീവ് ആറ്റിറ്റ്യൂഡ്, നവീന ആശയങ്ങളെ അംഗീകരിക്കാനും അത് ക്രിയേറ്റ് ചെയ്തെടുക്കാനുമുള്ള ഒരു മനോഭാവം. അപ്പോൾ ഇത്രയും എബിലിറ്റീസ് വേണം. പേഴ്സണൽ ട്രെയ്റ്റ്സ് ആണ് നമ്മൾ പറയുന്നത്, ഇൻഡിവിജ്വൽസിന് വേണ്ട ട്രെയ്റ്റ്സ്, ഗുണങ്ങൾ. അപ്പോൾ പുതിയ പുതിയ അവസരങ്ങൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കി ലഭ്യമായ റിസോഴ്സുകളെ സംഘടിപ്പിച്ച് അതിനെ പ്രോപ്പറായ രീതിയിൽ ഉപയോഗം ചെയ്ത് ബിസിനസ് നടത്തി അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് അതിനെ റിലേറ്റ് ചെയ്യുന്ന ബിസിനസ്സിനെ റിലേറ്റ് ചെയ്യുന്ന റിസ്കുകളൊക്കെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ നവീനാശയങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു മനോഭാവം ആർക്ക് വേണം? ഒരു എൻട്രപ്രണർക്ക് ആവശ്യമാണ്. ഇത്രയുമാണ് പേഴ്സണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഗ്രൂപ്പ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്, അത് ഔട്ട്സൈഡ് ആണ്. അതിലേതൊക്കെയാണ് വരുന്നത്? കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ, വളരെ സ്യൂട്ടബിൾ ആയ ഒരു അന്തരീക്ഷം വേണം. അപ്പം നമ്മൾ പുതിയൊരു ബിസിനസ് ആശയം കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ട് കാര്യമില്ല, അത് നടപ്പിലാക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾക്ക് അവൈലബിൾ ആവണം. ദെൻ എൻട്രപ്രണറിയൽ കൾച്ചർ, നമ്മുടെ സമൂഹത്തിൽ പുതിയ പുതിയ ആളുകളെ എങ്ങനെ സ്വീകരിക്കുന്നു, എൻട്രപ്രണേഴ്സിനുള്ള ആ ഒരു സംസ്കാരം, നമ്മുടെ നാട്ടിലുള്ള സംസ്കാരം എങ്ങനെയാണ്. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ്, നമ്മുടെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും ഒക്കെയുള്ള നമ്മുടെ സിസ്റ്റം, നമുക്ക് ചുറ്റുപാട്. ഇപ്പോൾ ഏതൊക്കെ ചിലപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ പുതിയ പുതിയ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കിട്ടാനൊക്കെ വളരെ പ്രയാസമുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയപരമായ നിയമപരമായുള്ള അന്തരീക്ഷം. ദെൻ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, എത്രമാത്രം സാങ്കേതിക വിദ്യയുടെ വികസനം നമ്മുടെ ചുറ്റുപാടിലുണ്ട്, നമ്മൾക്കത് എത്രമാത്രം അവൈലബിൾ ആണ് എന്നുള്ളത്. ദെൻ ലാസ്റ്റിൽ വരുന്നത് സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻ, നമ്മുടെ സമൂഹത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ളതും സാമൂഹ്യപരമായിട്ടുള്ള അവസ്ഥകൾ. അപ്പോൾ നമ്മുടെ സപ്ലൈ ചെയിനുകൾ, ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ ഇൻഡസ്ട്രിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ആൻസിലറി ബിസിനസ് യൂണിറ്റ്സ്, നെറ്റ്വർക്കുകൾ, മാർക്കറ്റിംഗ് നെറ്റ്വർക്കുകൾ എല്ലാം ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷൻ പോലെ അല്ലെങ്കിൽ ഒരു കോർഡിനേഷനോട് കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു എൻട്രപ്രണർക്ക് ഒരു സമൂഹത്തിൽ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് പെർഫോം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനുള്ള ആളുകൾ മാത്രം ഉണ്ടായാൽ പോരാ, അവരുടെ പേഴ്സണൽ ഫാക്ടേഴ്സ് മാത്രം, ഇൻഡിവിജ്വൽ ട്രെയ്റ്റ്സ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അതിന് വിജയിക്കാൻ അനുകൂലമായ സാഹചര്യം കൂടെ വേണം. നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൂടി നമ്മൾക്ക് അനുകൂലമായി വരുമ്പോഴാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള എൻട്രപ്രണേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എൻട്രപ്രണർഷിപ്പ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, നമ്മളുടെ ഒരു രാജ്യത്തുള്ള എൻട്രപ്രണർഷിപ്പും ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനവും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾക്കറിയാം, ഒരുപാട് ഡെഫിനിഷൻസ് ഒക്കെ നോക്കിയതിലൂടെ നമ്മൾ മനസ്സിലാക്കി entrepreneurs are the people who explores new business ideas and opportunities and thereby creating more and more employment opportunities. പുതിയ പുതിയ ബിസിനസ് ആശയങ്ങൾ കൊണ്ടുവരുന്നതിലൂടെയും സക്സസ്ഫുള്ളായ ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്നതിലൂടെയും എൻട്രപ്രണേഴ്സ് വളരെയധികം വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഈ സംരംഭങ്ങൾ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് തൊഴിൽ ലഭ്യമായാൽ അവരുടെ ഇൻകം ലെവൽ കൂടും. ഈ വ്യക്തികൾക്കെല്ലാം ഇൻകം ലെവൽ കൂടും. അങ്ങനെ ഇൻകം ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ എല്ലാം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. നമ്മുടെ രാജ്യത്തിൻ്റെ ടോട്ടൽ നാഷണൽ ഇൻകത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും പെർ ക്യാപിറ്റ ഇൻകം,
ഓരോ വ്യക്തികളുടെയും വ്യക്തിഗത വരുമാനത്തിൻ്റെ തോതിലെല്ലാം വളരെയധികം വർധനവുണ്ടാക്കാൻ നമ്മുടെ എൻ്റർപ്രണേഴ്സിന് കഴിയും. കാരണം അവർ റിസ്ക് ടേക്കേഴ്സ് ആണ്. ഓരോ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെയും സ്മെല്ല് ചെയ്ത് കണ്ടുപിടിച്ച് അത് എങ്ങനെയെല്ലാം ഉപയോഗിക്കാം, അതിലൂടെ എത്ര പേർക്ക് ജോലി നൽകാം, നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം, അതായത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിലൂടെ അവരും മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് തന്നെയാണ് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസ് യൂണിറ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ആൻസിലറി ബിസിനസ് യൂണിറ്റ്സിന് കൂടി അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാവും. നമ്മുടെ മൊത്തത്തിലുള്ള സൊസൈറ്റിക്ക് ടോട്ടൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകാൻ ഈ എൻ്റർപ്രണേഴ്സിന് കഴിയും. ഇപ്പോൾ US സിലിക്കോൺ വാലി, അതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം എക്കണോമിക് ഡെവലപ്മെൻറ്റ് കോൺട്രിബ്യൂഷനാണ് എൻ്റർപ്രണേഴ്സ് നൽകുന്നത് എന്ന്. അപ്പോൾ ഈ എൻ്റർപ്രണേഴ്സ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി എന്തെല്ലാം സംഭാവനകളാണ് നൽകുന്നത്? ഒന്ന്, ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. നമ്മുടെ സമൂഹത്തിൽ സമ്പത്ത് ഉണ്ടാവാനും അത് എല്ലായിടത്തും ഒരുപോലെ വിതരണം ചെയ്യപ്പെടുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇവരുടെ ബിസിനസ്സിലൂടെ നമ്മുടെ എൻ്റർപ്രണേഴ്സിന് ഒരുപാട് ലാഭം ഉണ്ടാകുമ്പോൾ നമ്മുടെ സമൂഹത്തിലാണ് ആ സമ്പത്ത് ഉണ്ടാകുന്നത്. തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നതിലൂടെയും വിവിധതരം റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ, റോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയേഴ്സിന് നൽകുന്നതിലൂടെയും എല്ലാം ഈ വെൽത്ത് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ രണ്ടാമതായി പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആണ്. പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ നൽകാൻ എൻ്റർപ്രണേഴ്സിന് കഴിയുന്നുണ്ട്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. ദെൻ ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ ഏതൊക്കെ ഏരിയാസിലാണ് ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഇല്ലാത്തത്, അങ്ങനെ നോക്കിയാണ് പുതിയ പുതിയ ബ്രാഞ്ചുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ഒരു സന്തുലിതമായ രീതിയിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. കാരണം ഏറ്റവും സക്സസ്ഫുൾ ആയ സ്ഥലത്ത് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് ഇൻകം ക്രിയേഷനും നടക്കുന്നുണ്ടാവും. ദെൻ വേറൊരു സ്ഥലത്ത് നമ്മുടെ ബിസിനസ്സിന് ബ്രാഞ്ച് ഇല്ലെങ്കിൽ അവിടെ പുതിയൊരു ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുന്നതിലൂടെ നമ്മൾ അവിടെയും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു സമൂഹത്തിൽ എല്ലായിടത്തും ഒരേപോലെ വികസനം എത്തിക്കാൻ എൻ്റർപ്രണേഴ്സ് ശ്രമിക്കുന്നുണ്ട്. ദെൻ കോൺട്രിബ്യൂഷൻ ഇൻ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, നാഷണൽ ഇൻകം. നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഏറ്റവും ആദ്യം കണക്കാക്കുന്നതാണ് നമ്മുടെ ദേശത്തിലുള്ള മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ, ഉൽപ്പാദനം, അറ്റ ദേശീയ ഉൽപ്പന്നം, മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നൊക്കെ നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. മൊത്തത്തിൽ അതിൻ്റെ ഒരു സിമ്പിൾ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇയറിൽ ടോട്ടലായി നമ്മുടെ രാജ്യത്ത് എത്രമാത്രം സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ്. അതിനെ ബേസ് ചെയ്താണ് നമ്മളുടെ വരുമാനം കണക്കാക്കുക. ഇതെല്ലാം വിറ്റ് പോകുമ്പോഴാണല്ലോ നമുക്ക് റവന്യൂ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ GDP ഒരുപാട് കോൺട്രിബ്യൂഷൻ എൻ്റർപ്രണേഴ്സ് നൽകുന്നുണ്ട്. ദെൻ ഇൻക്രീസ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമ്മൾക്കറിയാം വ്യക്തികളുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് അവരുടെ ജീവിത നിലവാരത്തിലും വ്യത്യാസം വരും. 1000 രൂപ കയ്യിലുള്ളവൻ വാങ്ങിക്കുന്ന പ്രോഡക്ട്സിൻ്റെ സ്റ്റാൻഡേർഡും 20,000 രൂപ കയ്യിലുള്ളവൻ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ്, അവർ ജീവിക്കുന്ന സൗകര്യങ്ങളുടെ ലെവലിലും എല്ലാം വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്ന സമയത്ത് വ്യക്തികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിച്ചാൽ അവർക്ക് ഇൻകം കൂടും, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ദെൻ ലാസ്റ്റിൽ പറയുന്നത് ഇൻക്രീസ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. നമ്മുടെ നാട്ടിലെ ഡൊമസ്റ്റിക് ട്രേഡും ഡൊമസ്റ്റിക് മാർക്കറ്റും മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർപ്രണേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഔട്ട്സൈഡ് ദ നാഷൻ ഇൻ്റർനാഷണൽ മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിലും കോൺട്രിബ്യൂഷൻസ് എൻ്റർപ്രണേഴ്സ് നൽകുന്നുണ്ട്. ഇങ്ങനെ ടോട്ടൽ ഇൻക്ലൂസീവ് ഗ്രോത്തിൽ നമ്മുടെ നാട്ടിലുള്ള മൊത്തത്തിലുള്ള വികസനത്തിനും സാമ്പത്തിക വികസനത്തിനും, സാമ്പത്തികപരമായി മാത്രമല്ല ബാക്കിയുള്ള ഇപ്പോൾ സൊസൈറ്റിയിലും ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഗ്രോത്തിൽ ഒരു മേജർ കോൺട്രിബ്യൂഷൻ എൻ്റർപ്രണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, മോഡൽസ് ഓഫ് എൻ്റർപ്രണേഴ്സ്. ഏതൊക്കെ തരത്തിലുള്ള എൻ്റർപ്രണേഴ്സാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്? അതിൽ ഫസ്റ്റ് ടൈപ്പ് ആംബീഷ്യസ് ഇന്നോവേറ്റേഴ്സ്.
ആംബീഷ്യസ് ഇന്നോവേറ്റേഴ്സ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം അത്രയും ആഗ്രഹമുള്ള നവീന ആശയങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ ഹൈ റിസ്ക് ടേക്കിംഗ് പ്രൊഫഷണൽസ്. ഈ എൻ്റർപ്രണേഴ്സ് ഏറ്റവും കൂടുതൽ റിസ്ക് ടേക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ടോളറൻസ് ടു ഫെയിലേഴ്സ്. ഇവരുടെ പ്രത്യേകത എന്താ? ഇവർക്ക് ഏത് റിസ്ക് ഏറ്റെടുത്തുകൊണ്ടും അവർ ആ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യും, എന്നിട്ട് ആ ബിസിനസ് ഹാൻഡിൽ ചെയ്യും. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് സ്മെൽ ചെയ്ത് കണ്ടുപിടിച്ച് അതിനെ എക്സ്പ്ലോർ ചെയ്ത് എല്ലാ റിസ്കുകളെയും ഫേസ് ചെയ്തുകൊണ്ട് ആ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കും. അതോടൊപ്പം തന്നെ ഫെയിലർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനും ഇവർ റെഡിയാണ്. എന്തെങ്കിലും തരത്തിലുള്ള പരാജയങ്ങൾ നേരിടുകയാണെങ്കിലും അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വീണ്ടും അവനവൻ്റെ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് ആംബീഷ്യസ് ഇന്നോവേറ്റേഴ്സ്. അവർക്ക് വീണ്ടും നേടണം, അല്ലെങ്കിൽ വീണ്ടും പുതിയ ബിസിനസ്സുമായി മുന്നോട്ട് വരണം എന്നുള്ള അതിയായ ആഗ്രഹമുള്ള ആളുകളായിരിക്കും. ഇങ്ങനെയുള്ള ഈ ബിസിനസ്സുകാർ ആംബീഷ്യസ് ഇന്നോവേറ്റേഴ്സ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരുടെ ബിസിനസ്സിന് ഒരു വിപരീത സാഹചര്യം ഉണ്ടായാൽ അവരെന്ത് ചെയ്യും? അവരുടെ സംരംഭം വിൽക്കാനും അവർ റെഡിയാവും. ചിലപ്പോൾ ഔട്ട്റൈറ്റ് സെയിൽ തന്നെ നടത്തും, മൊത്തത്തിൽ കമ്പനി വിൽക്കും. അതല്ലെങ്കിൽ കമ്പനി വേറൊരാൾക്ക് അതിൻ്റെ ഓണർഷിപ്പ് കൈമാറി അവർ ആ കമ്പനിയുമായി സഹകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിധത്തിൽ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഇന്നോവേറ്റേഴ്സാണ് ആംബീഷ്യസ് ആയിട്ടുള്ള ഇന്നോവേറ്റേഴ്സ്. ആ ടൈപ്പ് ഓഫ് എൻ്റർപ്രണേഴ്സിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ. അപ്പോൾ ഇവർ പുതിയ ആശയങ്ങൾ കണ്ടുപിടിക്കും, അതിനനുസരിച്ച് റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് നല്ല ഗ്രോത്തിനുള്ള പരിശ്രമങ്ങൾ നടത്തും. ചില സമയങ്ങളിൽ അവർക്ക് ഫെയിലർ ഫേസ് ചെയ്യേണ്ടി വരും, എന്നാലും ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ അവരുടെ ബിസിനസ് വിറ്റിട്ടാണെങ്കിലും അവർ ആ ബിസിനസ് കൺസെപ്റ്റ് കണ്ടിന്യൂ ചെയ്യും. ദെൻ രണ്ടാമത്തെ ഗ്രൂപ്പാണ് അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ്. അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയറിംഗ് ടു ആംബീഷ്യസ് ഇന്നോവേറ്റേഴ്സ് ദേ ആർ ലെസ് റിസ്ക് ടേക്കിംഗ് പീപ്പിൾ. ആംബീഷ്യസ് ഇന്നോവേറ്റേഴ്സിന് എന്ത് റിസ്ക് ആണെങ്കിലും അവർ ഏറ്റെടുക്കും. പക്ഷേ അഡാപ്റ്റീവുകാർ അങ്ങനെയല്ല, അവർക്ക് അത്രയധികം റിസ്ക് ഏറ്റെടുക്കുന്നതിന് താല്പര്യമുണ്ടാവില്ല. ദേ ആർ മേക്കിംഗ് സം ചേഞ്ചസ് ഇൻ ഇന്നോവേറ്റീവ് ഇൻവെൻറ്റേഴ്സ് ഓർ ദ അഡാപ്റ്റീവ് ഇൻവെൻറ്റേഴ്സ്. അതായത് നമ്മൾ ഈ അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ എൻ്റർപ്രണേഴ്സ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ആംബീഷ്യസ് ഇന്നോവേറ്റേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങളിൽ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും, സ്മാൾ ചേഞ്ചസ്, എന്നിട്ട് സേഫായ രീതിയിൽ ബിസിനസ് നടത്തും. ഇപ്പോൾ പണ്ടത്തെ ഒരാളുടെ ഒരു ആശയമായിരിക്കാം, അയാൾ അത് കൊണ്ടുവന്ന് പരാജയപ്പെട്ടതൊക്കെ ആയിരിക്കാം. നമ്മൾ പറഞ്ഞില്ലേ ആംബീഷ്യസ് ഇന്നോവേറ്റേഴ്സ് ചിലപ്പോൾ പരാജയപ്പെടാറൊക്കെ ഉണ്ട്. പക്ഷേ ആ ആശയങ്ങളിൽ, നിലവിലുള്ള ആശയങ്ങളിൽ ചില വ്യത്യാസങ്ങൾ, ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ചെറിയ രീതിയിൽ റിസ്ക് ഏറ്റെടുക്കുന്ന ഗ്രൂപ്പാണ് അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ്. അവർ ഇൻക്രിമെൻ്റൽ ഇന്നോവേഷനാണ് നടത്തുന്നത്. നിലവിലുള്ള ആംബീഷ്യസ് ഇന്നോവേറ്റേഴ്സിൻ്റെ ആശയങ്ങളോ അവരുടെ ബിസിനസ് കൺസെപ്റ്റുകളോ ചെറിയ ഭേദഗതികളിലൂടെ മാറ്റം വരുത്തി നടപ്പിലാക്കി അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ബിസിനസ് കൈകാര്യം ചെയ്യുന്നവരാണ് അഡാപ്റ്റീവ് ഗ്രൂപ്പ്. ഇവരാണ് ആദ്യത്തെ ഗ്രൂപ്പിനേക്കാൾ കൂടുതലുള്ളത്. നമ്മുടെ പല സമൂഹങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രണ്ടാമത്തെ ഗ്രൂപ്പുകാരെയാണ്. കാരണം അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏത് സെക്ടറിലാണോ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പുകാർക്ക് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം ഇല്ലാത്തത്, ആ സാഹചര്യങ്ങളിൽ അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ് അവരുടെ ബിസിനസ് സ്പ്രെഡ് ചെയ്യും. ദെൻ മൂന്നാമത്തെ ഗ്രൂപ്പാണ് സോളോ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. പേരിൽ തന്നെ ഉണ്ട്, സോളോ ഉണ്ട്. അവരിങ്ങനെ ഒറ്റയ്ക്ക് സ്വന്തം ആശയങ്ങളും സ്വന്തം ബിസിനസ്സുമായി നിൽക്കുന്ന ആളുകളാണ്. വർക്കിംഗ് ഓൺ ദെയർ ഓൺ. അവർ അവരുടേതായ ഒരു ആശയം, ഒരു സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന എൻ്റർപ്രണേഴ്സാണ്. ഇങ്ങനെയുള്ള എൻ്റർപ്രണേഴ്സ് നമ്മളുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. ലാർജ് നമ്പർ ഓഫ് സോളോ ടൈപ്പ് എൻ്റർപ്രണേഴ്സിനെ നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഇവർ ചെറിയ ചെറിയ സെൽഫ് ഡ്രിവൺ യൂണിറ്റ്സ് ആണ് മാനേജ് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷനൊന്നും ഈ സോളോ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന എൻട്രപ്രണേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. കാരണം അവരുടെ സ്വന്തം ആശയങ്ങളുമായി സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അവർ ഈ B2B ബിസിനസ് പാറ്റേൺ ഒക്കെ, ഇപ്പോൾ ഒരു കമ്പനിയും ആ കമ്പനിയുമായി റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന വേറൊരു കമ്പനിയും, അങ്ങനെയുള്ള ഡീലിങ്സും എക്സ്ചേഞ്ചും ഒക്കെ നടത്തും. അങ്ങനെയുള്ള പാർട്ട്ണർ ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ആൻസിലറി യൂണിറ്റ്സിനൊക്കെ ഒരുപാട് ബെനിഫിഷ്യലാണ് ഇത്തരം സംരംഭങ്ങൾ. പക്ഷേ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ കുറവാണ്. മോഡൽസ് ഓഫ് എൻ്റർപ്രണേഴ്സിൽ 4ാമത്തെ ടൈപ്പാണ് മാനേജീരിയൽ എംപ്ലോയേഴ്സ്. മാനേജീരിയൽ എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും എൻ്റർപ്രണേഴ്സ് തന്നെയാണ്, പക്ഷേ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഗ്രൂപ്പ് അല്ല. ദേ ആർ നോട്ട് അംബീഷ്യസ് അബൌട്ട് ദെയർ ഗ്രോത്ത്, ബട്ട് taking care of sustainability or cost effectiveness. ഈ മാനേജീരിയൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ തേടി പിടിച്ച് ഒരുപാട് ലാഭം ഉണ്ടാക്കണം അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല. അവർക്ക് സ്ഥിരമായ ഒരു ഇൻകം ലെവൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന കമ്പനികൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഒരു ട്രെൻഡാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ഒരുപാട് ചിലവ് ഏറ്റെടുക്കാൻ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ വലിയ റാഡിക്കൽ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ സ്ഥിരമായിട്ടുള്ള ഒരു നിലനിൽപ്പുള്ള നാച്ചുറലുള്ള ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് മാനേജീരിയൽ എംപ്ലോയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇവർ നോർമലി ചെയ്യാറുള്ളത്, ഇത്തരം എൻ്റർപ്രണേഴ്സ് ചെയ്യാറുള്ളത്, അവർ ഒരു കമ്പനി അക്വയർ ചെയ്യും. ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് ഐഡിയ ഉള്ള, അത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ചില ന്യൂ കമ്പനീസ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കമ്പനി നോക്കിയിട്ട് ഇവരതിനെ വാങ്ങിക്കും. എന്നിട്ട് ആ ബിസിനസ് വലിയ റിസ്ക് ഇല്ലാതെ മാനേജ് ചെയ്ത് കൊണ്ടുപോയി, നമ്മളുടെ അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ് ഉണ്ടല്ലോ, അതേപോലെ ഒരു ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് ഒക്കെ വരുത്തി ആ ബിസിനസ് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ, വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നുമില്ലാതെ, ഇൻകം ലെവലിലൊന്നും ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ ഒരു സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു ഡെവലപ്പിംഗ് ബിസിനസ് പോലെ, അല്ലെങ്കിൽ സ്ഥിരമായി വരുമാനം ഉണ്ടാക്കുന്ന ബിസിനസ് പോലെ കൈകാര്യം ചെയ്യാനാണ് ആർക്കിഷ്ടം? മാനേജീരിയൽ എൻ്റർപ്രണേഴ്സിന് താല്പര്യം. ദെൻ ലാസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ എൻ്റർപ്രണേഴ്സ് ആണ്. ദേ റിലേറ്റഡ് വിത്ത് സോഷ്യൽ പ്രോബ്ലംസ്. ഇവർ കൂടുതൽ സൊസൈറ്റൽ കൺസേൺ ഉള്ളവരാണ്. നമ്മുടെ സമൂഹത്തിനോട് വളരെയധികം ശ്രദ്ധയും പരിഗണനയും ഒക്കെയുള്ള എൻ്റർപ്രണേഴ്സാണ് സൊസൈറ്റൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. അവരുടെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് സോൾവിങ് പ്രോബ്ലംസ് എക്സിസ്റ്റിംഗ് ഇൻ ദ സൊസൈറ്റി. നമ്മുടെ സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ദാരിദ്ര്യം, അതുപോലെ മൃഗസംരക്ഷണം, അന്തരീക്ഷ സംരക്ഷണം, അങ്ങനെ പൊതുജന നന്മയ്ക്ക് വേണ്ടിയുള്ള ആശയങ്ങൾ നവീന രീതിയിൽ അവതരിപ്പിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് സോഷ്യൽ എൻ്റർപ്രണേഴ്സ്. അതല്ലാതെ അവർക്ക് കുറേ ബിസിനസ് നടത്തി ഒരുപാട് ലാഭം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരൊന്നുമല്ല. അവർക്ക് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന മെയിനായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ശൈശവ സംരക്ഷണം, അനിമൽ പ്രൊട്ടക്ഷൻ, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എൻ്റർപ്രണേഴ്സാണ് സോഷ്യൽ എൻ്റർപ്രണേഴ്സ്. അത് വിധവകളുടെ സംരക്ഷണം ഏത് മേഖലയുമാവാം. അപ്പോൾ ടോട്ടൽ മോഡൽസ് ഓഫ് എൻ്റർപ്രണേഴ്സ് വരുന്നത് അംബീഷ്യസ് ഇന്നോവേറ്റർ, അഡാപ്റ്റീവ് ഇന്നോവേറ്റർ, സോളോ സെൽഫ് എംപ്ലോയിഡ്, മാനേജീരിയൽ എംപ്ലോയേഴ്സ് ആൻഡ് ലാസ്റ്റ് വൺ സോഷ്യൽ എൻ്റർപ്രണേഴ്സ്. അത്രയുമാണ് മോഡൽസ് ഓഫ് എൻ്റർപ്രണേഴ്സ്. തിയറീസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്. ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ അടിസ്ഥാന തത്വങ്ങളിലാണ്? ഒരുപാട് ടൈപ്പ് തിയറി ഉണ്ട്. അതിൽ ആദ്യത്തെ തിയറിയാണ് സൈക്കോളജിക്കൽ എൻ്റർപ്രണർഷിപ്പ് തിയറി. ഈ സൈക്കോളജിക്കൽ എൻ്റർപ്രണർഷിപ്പ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്വക്കേറ്റ്സ് പറയുന്നത് ദ ഫോക്കസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഓർ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഓഫ് ഡിറ്റർമിനൻസ്. നമ്മൾ ഡിറ്റർമിനൻസ് ഓഫ് എൻ്റർപ്രണർഷിപ്പിൽ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ എബിലിറ്റി പറഞ്ഞിരുന്നു. എബിലിറ്റി ടു സെലക്ട് ദ ഓപ്പർച്യൂണിറ്റീസ്, അലോക്കേറ്റിംഗ് റിസോഴ്സസ്, പെർസെവറൻസ്, പ്രോബ്ലം സോൾവിംഗ് കപ്പാസിറ്റി,
അങ്ങനെ ഒരുപാട് ട്രേഡ്സ്, വ്യക്തിപരമായ ഗുണങ്ങൾ ഒരു എൻട്രപ്രണർക്ക് ഉണ്ടായിരിക്കും, എൻട്രപ്രണറുടെ സക്സസിനെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ അത്തരം ഗുണങ്ങൾ ഒരു വ്യക്തിയുടെ എൻട്രപ്രണർഷിപ്പ് നാച്ചുറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന തിയറിയാണ് സൈക്കോളജിക്കൽ എൻട്രപ്രണർഷിപ്പ് തിയറി. ഇതിൽ നമ്മളുടെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റിയും നമ്മളുടെ നീഡ് ഫോർ സക്സസ് അല്ലെങ്കിൽ അഫിലിയേഷൻ, അച്ചീവ്മെൻറ്റ്, അതുപോലെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അതിൽ തന്നെ 3 സബ് തിയറീസ് ഉണ്ട്. സൈക്കോളജിക്കൽ എൻട്രപ്രണർഷിപ്പ് തിയറിയിൽ 3 തിയറീസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, മാക്ലെലാൻഡ്സ് തിയറി. മാക്ലെലാൻഡ്സിൻ്റെ തിയറിയിൽ പറയുന്നത് എൻട്രപ്രണേഴ്സ് ആർ ഗൈഡഡ് ആൻഡ് മോട്ടിവേറ്റഡ് ബൈ 3 നീഡ്സ്. സക്സസ്ഫുൾ എൻട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഗൈഡ് ചെയ്യുന്നത്, അവരെ ഈ എൻട്രപ്രണർഷിപ്പ് നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്താണ്? 3 ആവശ്യങ്ങളാണ്. എന്താണ് ആ 3 ആവശ്യങ്ങൾ? നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. അപ്പോൾ നമ്മൾക്ക് ഈ 3 നീഡുകളുമുള്ള എൻട്രപ്രണേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഈ എൻട്രപ്രണർഷിപ്പ് മേഖലയിൽ പ്രവർത്തിക്കാനും അതിൽ സക്സസ് ഉണ്ടാവാനും സാധിക്കുന്നത് എന്നാണ് ഈ തിയറി അഭിപ്രായപ്പെടുന്നത്. ആരുടെ തിയറി? മെക്ലാൻഡ്സിൻ്റെ തിയറി. അപ്പോൾ സൈക്കോളജിക്കൽ തിയറിയിലെ ഫസ്റ്റ് തിയറിയാണ് ഇതിൽ നമ്മൾ പറയുന്നത്. എൻട്രപ്രണേഴ്സിന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 3 നീഡ്സ് ഏറ്റവും കൂടുതൽ ഗൈഡ് ചെയ്യുന്നു, അവരെ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു എൻട്രപ്രണർഷിപ്പ് ഏറ്റെടുക്കാൻ വേണ്ടി. ദെൻ രണ്ടാമത്തെ തിയറിയാണ് റോട്ടേഴ്സ് ലോക്കസ് ഓഫ് കൺട്രോൾ തിയറി. ലോക്കസ് ഓഫ് കൺട്രോൾ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ചില വിശ്വാസങ്ങൾ ഉണ്ടാവും, നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മൾക്കുണ്ടാകുന്ന സക്സസ്, ഫെയിലർ, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാവും. അപ്പോൾ ഈ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് 2 കാറ്റഗറിയാണ്. ഇന്റേണൽ കൺട്രോളിൽ വിശ്വസിക്കുന്നവരുമുണ്ട്, എക്സ്റ്റേണൽ കൺട്രോളിൽ വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. ഇന്റേണൽ കൺട്രോളിലാണ്, ലോക്കസ് ഓഫ് കൺട്രോള് ഇന്റേണൽ കൺട്രോളിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ നേരിടുന്ന ഏത് പ്രശ്നത്തെയും നമ്മൾക്ക് പരിഹരിക്കാൻ കഴിയും, അല്ലെങ്കിൽ എൻ്റെ ആക്ഷൻ മൂലം ആ പ്രോബ്ലം എനിക്ക് സോൾവ് ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസം ഉണ്ടാവും. സ്വന്തം പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ സ്വന്തം കഴിവുകളിലാണ് വിശ്വാസം. നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയുക എന്നാണ് ഇന്റേണൽ കൺട്രോൾ. എന്നാൽ ലോക്കസ് ഓഫ് കൺട്രോളിലെ എക്സ്റ്റേണലിൽ ബിലീവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത്തരം ആളുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന വിജയമായാലും അല്ലെങ്കിൽ പരാജയമായാലും എന്താണെങ്കിലും അവരുടെ ഫെയ്റ്റ് എന്ന് പറയുന്നത് ഏതോ എക്സ്റ്റേണൽ കൺട്രോളിൻ്റെ കയ്യിലാണ് എന്നാണ്. ഏതോ ഒരു ബാഹ്യശക്തിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നാണ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിൽ വിശ്വസിക്കുന്ന ആളുകൾ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം കഴിവല്ല, ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, എല്ലാം വിധിയാണ്, എൻ്റെ തലയിൽ എഴുത്താണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഒരു എൻട്രപ്രണർ എന്ന് പറയുന്നത് നമ്മളുടെ റോട്ടേഴ്സ് ലോക്കസ് ഓഫ് കൺട്രോൾ തിയറിയിൽ പറയുന്നത് എൻട്രപ്രണേഴ്സിന് പ്രോപ്പറായിട്ടുള്ള അവരുടെ വർക്കിങ്ങിലായാലും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പേഴ്സ്പെക്റ്റീവിലാണെങ്കിലും ലോക്കസ് ഓഫ് കൺട്രോൾ ആളുകളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ജൂലിയൻ റോട്ടറാണ്. ദെൻ സൈക്കോളജിക്കൽ തിയറിയിലെ 3ാമത്തെ തിയറിയാണ് ആക്ഷൻ റെഗുലേഷൻ തിയറി. ഇതിൽ പറയുന്നത് എൻട്രപ്രണർഷിപ്പ് റിലേറ്റഡ് വിത്ത് പ്ലാനിങ്. വ്യക്തമായ പ്ലാനിങ് ഉള്ള ആളുകൾക്ക് മാത്രമേ എൻട്രപ്രണർഷിപ്പിൽ സക്സസ് ഉണ്ടാവുള്ളൂ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് ആക്ഷൻ റെഗുലേഷൻ തിയറി. മിഖായേൽ ഫ്രീസ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾക്ക് ആ പേര് കേട്ടാൽ തന്നെ അറിയാം, ആക്ഷൻ റെഗുലേഷൻ. നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. അപ്പോൾ പ്ലാൻ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത് മുന്നേ കൂട്ടി ആസൂത്രണം ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് നല്ല ബെറ്റർ എൻട്രപ്രണേഴ്സ് ആവാമെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഈ 3 സബ് തിയറീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സൈക്കോളജിക്കൽ എൻട്രപ്രണർഷിപ്പ് തിയറി. ഇറ്റ് ബേസ്ഡ് ഓൺ പേഴ്സണൽ ട്രെയ്റ്റ്സ്. എക്കണോമിക് എൻട്രപ്രണർഷിപ്പ് തിയറീസ്. എൻട്രപ്രണർ തിയറിയിൽ സെക്കൻഡ് ടൈപ്പാണ്. അതിൽ 3 തരത്തിലുള്ള തിയറിയാണ് വരുന്നത്. ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, ഓസ്ട്രിയൻ മാർക്കറ്റ് പ്രോസസ് തിയറി. അങ്ങനെ 3 തരം തിയറീസാണ്.
ഇക്കണോമിക് എൻ്റർപ്രണർഷിപ്പ് തിയറിയിലുള്ളത്. അതിലെ ഫസ്റ്റ് ഗ്രൂപ്പാണ് ക്ലാസിക്കൽ തിയറി. ക്ലാസിക്കൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണറുടെ റോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്കറ്റ് ഗുഡ്സ് ഇൻ എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഇതിൽ പറയുന്നത് ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത് ഒരു എൻ്റർപ്രണറുടെ റോൾ എന്ന് പറയുന്നത് എന്തിനാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു, റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു? പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്കറ്റ് ഗുഡ്സ്. ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ മാർക്കറ്റ് ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായി റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത്. ആ തിയറിയെ ബേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ക്ലാസിക്കൽ ഗ്രൂപ്പിൽ 2 തിയറിയാണുള്ളത്. റിക്കാർഡ് കാർട്ടിലൻ തിയറിയും അതുപോലെ തന്നെ ഇന്നൊവേറ്റീവ് തിയറി ബൈ ഷുംബീറ്ററും. അതിലെ ഫസ്റ്റ് തിയറിയിൽ പറയുന്നത് എൻട്രപ്രണർ ഈസ് എ റിസ്ക് ടേക്കർ. നമ്മുടെ കാർട്ടിലൻ തിയറി പ്രകാരം എൻട്രപ്രണർ എന്ന് പറയുന്നത് ആരാണ്? റിസ്ക് ടേക്ക് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ മെൻറ്റാലിറ്റി ഉള്ള വ്യക്തികളാണ്, അവരാണ് എൻട്രപ്രണേഴ്സ്. അപ്പോൾ പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ. അതല്ലാതെ അവർ ഇന്നോവേറ്റേഴ്സ് ഒന്നുമല്ല എന്നാണ് പറയുന്നത്. അവർ ചേഞ്ച് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ന്യൂ മെത്തേഡ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നവരാണ്. അതല്ലാതെ ഇന്നോവേറ്റേഴ്സ് ഒന്നുമല്ല എന്നാണ് നമ്മുടെ ഫസ്റ്റ് തിയറിയിൽ നമ്മുടെ ഓതർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഷുംബീറ്റർ അദ്ദേഹത്തിൻ്റെ ഇന്നോവേറ്റീവ് തിയറിയിൽ പറയുന്നത് എൻട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് ഇന്നോവേറ്റേഴ്സ് ആണ്. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്നൊക്കെ നമ്മൾ ഡെഫിനേഷനിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നു, പുതിയ പ്രോസസ്സുകൾ കൊണ്ടുവരുന്നു, പുതിയ രീതിയിലുള്ള റിസോഴ്സ് അലോക്കേഷനും എക്സ്പ്ലോറേഷനും നടത്തുന്നു, പുതിയ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് രൂപീകരിക്കുന്നു. അങ്ങനെ ഏറ്റവും നവീനമായ ആശയങ്ങൾ രൂപീകരിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന ഇന്നോവേറ്റേഴ്സ് ആണ് നമ്മളുടെ എൻട്രപ്രണേഴ്സ് എന്നാണ് ഷുംബീറ്റർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഈ 2 തിയറിയുമാണ് നമ്മുടെ ക്ലാസിക്കൽ തിയറിയിലുള്ളത്. അപ്പോൾ ഷുംബീറ്ററുടെ അഭിപ്രായ പ്രകാരം പുതിയ റിസോഴ്സസ് ഒക്കെ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയി ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ എൻട്രപ്രണേഴ്സ്. ദെൻ രണ്ടാമത്തെ എക്കണോമിക് തിയറി സെക്ഷനാണ് നിയോ ക്ലാസിക്കൽ തിയറി. നിയോ ക്ലാസിക്കൽ തിയറിയിൽ ആകെ ഒരു സെൻറ്റൻസേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. റോൾ ഓഫ് എക്സ്ചേഞ്ച് ഇൻ ആൻ എക്കണോമിക് എൻഗേജ്മെന്റ് along with diminishing marginal utility creates possibilities for entrepreneurial role. എൻട്രപ്രണർമാരുടെ റോളിനുള്ള സാധ്യത എന്തിൻ്റെ റിസൾട്ടായി ഉണ്ടാകുന്നതാണെന്നാണ് അവർ പറയുന്നത്. സാമ്പത്തിക ഇടപാടുകളിൽ റോൾ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, അതിൽ കൈമാറ്റത്തിൻ്റെ, ഇപ്പോൾ നമ്മൾ ഗുഡ്സ് സമ്പദ് വ്യവസ്ഥയുമായി റിലേറ്റ് ചെയ്തിട്ടാണ് എക്കണോമിക് തിയറീസ് പറയുക. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ട്രാൻസ്ഫർ ആണ് അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യമായിട്ട് വരുന്നത്. ഫസ്റ്റ് തിയറിയിൽ നമ്മൾ പറഞ്ഞില്ലേ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതേപോലെ ഇവിടെ എക്കണോമിക് എൻഗേജ്മെൻറ്റിലുള്ള എക്സ്ചേഞ്ചും ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയും. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓരോ അഡീഷണൽ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കും തോറും നമ്മളുടെ യൂട്ടിലിറ്റി, നമ്മൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന യൂട്ടിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. നന്നായി വെള്ളം ദാഹിക്കുമ്പോൾ ആദ്യത്തെ ഒരു ഗ്ലാസ് ജ്യൂസ് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ കഴിയും. രണ്ടാമത് ഒരു ഗ്ലാസ് കൂടി കഴിയും. ഒരു 5 ഗ്ലാസ് 6 ഗ്ലാസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ അവസാനത്തെ ഗ്ലാസ് ആകുമ്പോഴേക്കും നമ്മൾ മതി എന്ന് പറയും. സെയിം ജ്യൂസാണ്, പക്ഷെ അതിൻ്റെ യൂട്ടിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വന്നു. അതാണ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഈ എക്സ്ചേഞ്ചും ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയുമാണ് എൻട്രപ്രണേഴ്സിൻ്റെ റോള് ഡിസൈഡ് ചെയ്യുന്നത്, അതിനുള്ള പോസിബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നിയോ ക്ലാസിക്കൽ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത്. ദെൻ മൂന്നാമത്തെ എക്കണോമിക് തിയറിയാണ് ഓസ്ട്രിയൻ മാർക്കറ്റ് പ്രോസസ് തിയറി. ഈ തിയറിയുടെ അഡ്വക്കേറ്റ്സ് പറയുന്നത് എൻട്രപ്രണറിയൽ ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ ദെയർ ഇൻഫർമേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ് റിഗാർഡിംഗ് ഇക്കോണമി വിൽ ലീഡ് ടു സക്സസ്. ഏത് എൻട്രപ്രണേഴ്സിനാണോ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളത്, എന്തൊക്കെ വേണം? ഇൻഫർമേഷൻ, വിവരങ്ങൾ നേടിയെടുക്കണം. അണ്ടർസ്റ്റാൻഡിങ്, അത് മനസ്സിലാക്കിയെടുക്കണം. അതിൽ അറിവ് നേടണം.
അങ്ങനെയുള്ള എൻട്രപ്രണേഴ്സിന് മാത്രമേ ഒരു സമ്പദ് വ്യവസ്ഥയിൽ സക്സസ്ഫുള്ളായി നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം എന്ന് പറയുന്ന തിയറിയാണ് ഓസ്ട്രിയൻ മാർക്കറ്റ് പ്രോസസ് തിയറി. അപ്പോൾ ഈ ഇത്തരം ഇക്കണോമിക് തിയറികളിലൂടെ നമ്മൾക്ക് മാർക്കറ്റിൻ്റെയും അതുപോലെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡൈനാമിക്സ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ റിലേഷനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ ആ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മൾക്കും റെസ്പോണ്ട് ചെയ്യാൻ കഴിയണം. അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ മാർക്കറ്റിൽ എന്ത് ചേഞ്ച് വരും എന്നുള്ള ഇൻഫർമേഷൻ നമ്മൾക്ക് വേണം. അതാണ് എൻട്രപ്രണർഷിപ്പിൽ പ്രധാനം എന്ന് പറയുന്നതാണ് ഓസ്ട്രിയൻ മാർക്കറ്റ് പ്രോസസ് തിയറി. എൻട്രപ്രണർഷിപ്പ് തിയറീസിൽ മൂന്നാമത്തെ തിയറിയാണ് ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് എൻട്രപ്രണർഷിപ്പ് തിയറി. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ സൈക്കോളജിക്കൽ എൻട്രപ്രണർഷിപ്പ് തിയറിയാണ് പറഞ്ഞത്, സെക്കൻഡ് ഇക്കണോമിക്, തേർഡ് ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് എൻട്രപ്രണർഷിപ്പ് തിയറി. 1985 പീറ്റർ ഡ്രക്കർ അഭിപ്രായപ്പെട്ടത് എൻട്രപ്രണേഴ്സ് മസ്റ്റ് സീസ് ദ ഓപ്പർച്യൂണിറ്റീസ് ഫ്രം ദ ചേഞ്ചസ് ഓഫ് എൻവയോൺമെൻറ്റ്. നമ്മുടെ നാല് പുറവുമുള്ള നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്ന പുതിയ പുതിയ അവസരങ്ങളെ തേടിപ്പിടിക്കാൻ കഴിവുള്ളവരായിരിക്കണം എൻട്രപ്രണേഴ്സ് എന്നാണ് ആര് പറഞ്ഞത്? പീറ്റർ ഡ്രക്കർ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഓരോ സമയവും നമ്മൾ അത്രയും ജാഗരൂകരായിരിക്കണം. എപ്പോഴാണ് പുതിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നത്, പുതിയൊരു ഐഡിയയ്ക്കുള്ള പ്ലേസ് ഉണ്ടാകുന്നത്, പുതിയ ആശയങ്ങൾ എങ്ങനെയാണ് നടപ്പിൽ വരുത്തേണ്ടത്, പുതിയൊരു ബിസിനസ് ഫോർമാറ്റ് എങ്ങനെ രൂപീകരിക്കണം, അങ്ങനെ നവീന ആശയങ്ങൾക്ക് വേണ്ടി റെഡി ആയിരിക്കണം. അത് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾക്കത് നേടിയെടുക്കാൻ കഴിയണം. അങ്ങനെയുള്ള ആളുകളായിരിക്കണം എൻട്രപ്രണേഴ്സ് എന്നാണ് പീറ്റർ ഡ്രക്കർ അഭിപ്രായപ്പെട്ടത്. അവർക്ക് മാറ്റങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന പുതിയ സംരംഭങ്ങളെ അല്ലെങ്കിൽ പുതിയ അവസരങ്ങളെ തേടിപ്പിടിക്കാൻ കഴിയണം. എന്നാൽ 1990 സ്റ്റീവൻസൺ അഭിപ്രായപ്പെട്ടത് ദ എൻട്രപ്രണേഴ്സ് മസ്റ്റ് സീസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് നോട്ട് ഓൺലി ദിസ് ഈസ് ഹിസ് ഡ്യൂട്ടി ബട്ട് ആൾസോ ടു പ്രൊവൈഡ് സൊല്യൂഷൻ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ എന്ത് വേണം? വെറുതെ അവസരങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുക മാത്രമല്ല ഒരു എൻട്രപ്രണറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു പുതിയ അവസരം വന്നാൽ അതിലുണ്ടാകുന്ന സൊല്യൂഷൻ നമ്മൾക്ക് അത് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം കൂടെ നടപ്പിലാക്കണം. അപ്പോൾ ഒരു ബിസിനസ് ഐഡിയ നേടിയെടുത്താൽ മാത്രം പോരാ, അതിനോട് റെസ്പോണ്ട് ചെയ്യണം. ഒരു പോസിറ്റീവ് സൊല്യൂഷനിലൂടെ ആ ബിസിനസ് ഐഡിയ നടപ്പിലാക്കാനും കൂടെ കഴിയുന്നവരായിരിക്കണം എൻട്രപ്രണേഴ്സ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് ആണ്. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അവസരങ്ങളെ കൃത്യമായി സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കാനും അതിന് വേണ്ട റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാനും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന റിസ്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ട ഒരു ബെറ്റർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനും അത് നടപ്പിലാക്കാനും കഴിവുള്ളവരായിരിക്കണം എൻട്രപ്രണേഴ്സ്. ദെൻ നാലാമത്തെ തിയറി എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ എൻട്രപ്രണർഷിപ്പ് തിയറിയാണ്. സോഷ്യോളജിക്കൽ എൻട്രപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത് ഇതിൻ്റെ അഡ്വക്കേറ്റ്സ് അവർ വാദിക്കുന്നത് ദ സക്സസ് ഓഫ് എൻട്രപ്രണർഷിപ്പ് ട്രിഗേർഡ് ബൈ സോഷ്യൽ ഫാക്ടേഴ്സ് ആൾസോ. നമ്മുടെ സമൂഹത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സും എൻട്രപ്രണേഴ്സിൻ്റെ വിജയത്തിനെ ബാധിക്കുന്നുണ്ട്. 1991 റെനോൾഡ്സ് അതാണ് ഈ സോഷ്യൽ ഫാക്ടേഴ്സിൻ്റെ കേസ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ എൻട്രപ്രണർ തുടങ്ങുന്ന ബിസിനസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന സൊസൈറ്റിയിൽ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഉണ്ട്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസുകളുണ്ട്, പോപ്പുലേഷൻ ഇക്കോളജി എന്ന് പറയും. നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ്, സിമിലർ ബിസിനസ് യൂണിറ്റുകൾ, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇവരുമായൊക്കെ നമ്മൾക്ക് സോഷ്യൽ നെറ്റ്വർക്ക്, നല്ലൊരു നെറ്റ്വർക്ക് വേണം. അപ്പോൾ ഈ സോഷ്യൽ ഫാക്ടേഴ്സും നമ്മളുടെ സക്സസ്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ നിലനിൽക്കുന്ന സമൂഹത്തിലെ മറ്റ് ഘടകങ്ങളുമായി അല്ലെങ്കിൽ മറ്റ് ആളുകളുമായി നമ്മൾക്ക് നല്ല സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയണം. ആ സോഷ്യൽ നെറ്റ്വർക്ക്സും എൻട്രപ്രണേഴ്സിൻ്റെ സക്സസ്സിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. തിയറീസ് ഓഫ് എൻട്രപ്രണർഷിപ്പിലെ 5th തിയറി ആന്ത്രോപോളജിക്കൽ തിയറി.
ആന്ത്രോപോളജിക്കൽ തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചില പ്രാദേശിക ഏരിയകളുടെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യയിൽ ചില ജോഗ്രഫിക്കൽ ബെൽറ്റുകളുണ്ട്. ചില പ്രദേശങ്ങളിലെ ആളുകൾ അവിടെയുള്ള ചെറിയ കുട്ടികൾ വലുതാവുമ്പോൾ തന്നെ അവരെ പട്ടാളത്തിലൊക്കെ ചേർക്കാൻ വേണ്ടി പരിശീലിപ്പിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചില സംസ്ഥാനങ്ങളിൽ, നമ്മുടെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ 8ാം ക്ലാസ് മുതൽക്ക് തന്നെ കുട്ടികളെ പട്ടാളത്തിലേക്കുള്ള NDA എന്നൊക്കെ പറയുന്ന ചില ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ആ ടെസ്റ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ +2 കഴിഞ്ഞ് എഴുതേണ്ടതാണ്. പക്ഷെ ആ ടെസ്റ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒരു 8ാം ക്ലാസ് മുതൽക്ക് തന്നെ നൽകുന്ന സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ആ ഉള്ളിലുള്ള ഒരു അംബീഷൻ എന്ന് പറയുന്നത് ഡിഫൻസ് ഫോഴ്സിൽ അംഗമാവുക എന്നുള്ളതാണ്. അതേപോലെ കൾച്ചർ, നമ്മളുടെ സംസ്കാരം, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില സംസ്കാരങ്ങളും മാനസിക വ്യാപാരങ്ങളും ജനങ്ങളുടെ ആ ഒരു പ്രദേശത്തെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവവും നമ്മുടെ എൻട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു വ്യാവസായിക മേഖലയാണെങ്കിൽ അവിടെ വളർന്നു വരുന്ന യുവതലമുറ വീണ്ടും വീണ്ടും വ്യവസായങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധ്യതയുണ്ട്. ചില ഏരിയകളിൽ ഗവൺമെൻറ് ജോലി മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ ഡിഫൻസ് ഫോഴ്സിൽ ചേരാൻ വേണ്ടിയുള്ളത്. അതേപോലെ ഓരോ ജോഗ്രഫിക്കൽ ബെൽറ്റുകളിലെ കൾച്ചറും നമ്മുടെ എൻട്രപ്രണേഴ്സിൻ്റെ അല്ലെങ്കിൽ എൻട്രപ്രണർഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന തിയറിയാണ് ആന്ത്രോപോളജിക്കൽ തിയറി, നരവംശവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന സിദ്ധാന്തം. ദെൻ ലാസ്റ്റിൽ വരുന്നത് റിസോഴ്സ് ബേസ്ഡ് തിയറി. റിസോഴ്സ് ബേസ്ഡ് തിയറി explains that the success of entrepreneurship is critically affected by various resources. നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള ഒരുപാട് റിസോഴ്സുകൾ എൻട്രപ്രണർഷിപ്പിനെ വളരെ സീരിയസ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. റിസോഴ്സുകൾ എന്ന് പറയുമ്പോൾ എക്കണോമിക് റിസോഴ്സുകളാവാം, സോഷ്യൽ നെറ്റ്വർക്ക് ആവാം. ഇപ്പം നമ്മൾ ഓരോ തിയറിയിലും ഡെഫിനേഷനിലൊക്കെ പഠിച്ചു വന്നു എന്തൊക്കെ ആക്ടിവിറ്റീസാണ് എൻട്രപ്രണർഷിപ്പിൽ വരുന്നത് എന്ന്. അപ്പോൾ ആ റിസോഴ്സുകളെല്ലാം സോഷ്യൽ നെറ്റ്വർക്ക് ആയാലും വേണ്ടില്ല, ഇൻഫർമേഷൻ റിസോഴ്സ് ആയാലും വേണ്ടില്ല, അസറ്റ്സിൻ്റെ റിസോഴ്സ് ആയാലും വേണ്ടില്ല. ചിലതിൽ ഹ്യൂജ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇൻഡസ്ട്രികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും ഇൻവെസ്റ്റേഴ്സിനെ, പാർട്ട്നേഴ്സിനെയൊക്കെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരും. ചിലത് സോളോ ടൈപ്പൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മതി അസറ്റിൽ. അപ്പോൾ അങ്ങനെ ഓരോ ബിസിനസ്സിൻ്റെയും നാച്ചർ അനുസരിച്ച് വ്യത്യസ്ത റിസോഴ്സുകൾ നമ്മൾക്ക് ആവശ്യമായി വരും. ആ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റിയും എൻട്രപ്രണർഷിപ്പിനെ അഫക്റ്റ് ചെയ്യും എന്ന് പറയുന്ന തിയറിയാണ് റിസോഴ്സ് ബേസ്ഡ് തിയറി. അപ്പോൾ ടോട്ടൽ 6 തിയറിയാണ് എൻട്രപ്രണർഷിപ്പ് തിയറിയിൽ വരുന്നത്. 1 സൈക്കോളജിക്കൽ എൻട്രപ്രണർഷിപ്പ് തിയറി, 2 ഇക്കണോമിക് എൻട്രപ്രണർഷിപ്പ് തിയറി, 3 ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് എൻട്രപ്രണർഷിപ്പ് തിയറി, 4 സോഷ്യോളജിക്കൽ, 5 ആന്ത്രോപോളജിക്കൽ, 6 റിസോഴ്സ് ബേസ്ഡ് എൻട്രപ്രണർഷിപ്പ് തിയറി. ഇത്രയുമാണ് എൻട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഈ സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിൽ നിങ്ങളുടെ ചെക്ക് യുവർ പ്രോഗ്രസ് പറഞ്ഞ കുറച്ച് എക്സസൈസുകളുണ്ട്. അതിൻ്റെ താഴെ ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞിട്ട് ഒരു 2-3-4 പാരഗ്രാഫുകൾ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് എൻട്രപ്രണർഷിപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ തന്നിരിക്കുകയാണ്. ഋഷി, പരംജീത് ആൻഡ് അനിൽ എന്ന് പറയുന്ന 3 MBA ഹോൾഡേഴ്സ് ഹരിയാനയിൽ ഗുരുഗ്രാം സിറ്റിയിൽ smartboy.com എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ തീരുമാനിക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെയാണ് അതിൽ പറയുന്നത്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ ഉള്ള കണ്ടൻസ്.